എവിടെയാണ് പ്രശ്നം അറിയോ? തൃശ്ശൂരിൽ സുനിൽകുമാർ പരാജയപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ ഒരു വോട്ട് മറയ്ക്കൽ നടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ പൂരം കലക്കിയാണ് സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചത് എന്ന തരത്തിലുള്ള ആരോപണം CPI വലിയ നിലയ്ക്ക് ഉയർത്തിയിരുന്നു. ആ ഉദ്യോഗസ്ഥനായിട്ടുള്ള MR അജിത് കുമാറിനെ പല രീതിയിലും CPM സംരക്ഷിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഈ അജിത് കുമാറിന് എന്തോ കൊമ്പുണ്ട് എന്ന നിലയിലാണ് അജിത് കുമാറിനെതിരെയുള്ള എല്ലാ വിജിലൻസ് അന്വേഷണങ്ങൾ, അതുപോലെ തന്നെ അതും എന്തിനാണ് അന്വേഷണം നടത്തിയത്? PV അൻവറിനെ പോലുള്ള ഒരാൾ കൃത്യമായി ചില കാര്യങ്ങൾ തുറന്നു പറഞ്ഞത് കൊണ്ട് മാത്രമാണ് അജിത് കുമാറിനെതിരായിക്കൊണ്ട് സർക്കാർ അന്വേഷണം പ്രഖ്യാപിച്ചത്. ആ അന്വേഷണം പ്രഖ്യാപിച്ച അന്വേഷണങ്ങളിൽ ഭൂരിഭാഗവും തീർന്നിരിക്കുന്നു. എന്താണ് ഈ അന്വേഷണങ്ങളെല്ലാം തന്നെ അജിത് കുമാറിനെതിരെ ഒന്നുകിൽ തെളിവില്ല, അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഈ അന്വേഷണം മുന്നോട്ട് പോകാനാവില്ല എന്ന റിപ്പോർട്ടാണ് കൊടുത്തത്. ഇനി ഈ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് RSSന്റെ നേതാവിനെ കണ്ടതുമായി ബന്ധപ്പെട്ടൊക്കെ മുൻ DGP ഇദ്ദേഹത്തിനെതിരെ കൊടുത്ത റിപ്പോർട്ട് പുതിയ DGPയെ കൊണ്ട് മാറ്റി എഴുതിച്ച് വാങ്ങി പിണറായി വിജയൻ. ആരെ സംരക്ഷിക്കാനാണ്? ചോദ്യമുണ്ടല്ലോ. അതിനുശേഷം ശബരിമലയിലേക്ക് പോയ അജിത് കുമാറിനെ അവിടെയും സംരക്ഷിച്ചു, അവിടെയും കേസ് എടുത്തിട്ടില്ല. അപ്പോൾ അജിത് കുമാറിന്റെ കയ്യിൽ ചില മരുന്നുകൾ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവിടെ CPIക്ക് വലിയ രോക്ഷം ഉണ്ടായിരുന്നു. അതായത് സുനിൽകുമാർ, മന്ത്രി K രാജൻ ഉൾപ്പെടെയുള്ള ആളുകൾ വിളിച്ചിട്ടും ഒരു വിലയും കൊടുത്തില്ല അജിത് കുമാർ എന്നാണ് പറയുന്നത്. അപ്പോൾ ആ അജിത് കുമാറിനെ സംരക്ഷിച്ചു നിർത്തുന്നു. അന്ന് മുതലേ CPIക്ക് വലിയ പ്രശ്നമുണ്ട്. പക്ഷെ ആ കാര്യത്തിൽ വലിയ രീതിയിൽ പറയാൻ CPIക്ക് പറ്റിയില്ല.